1893 മലബാറിലേക്ക് കുന്നംകുളം മുതൽ കണ്ണൂർ വരെയുള്ള പ്രവിശ്യയുടെ മിഷണറി പ്രവർത്തനത്തിന്റെ ചുമതലക്കാരനായി വോൾബ്രിച്ച് നാഗേൽ എന്ന ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ ഒരു പാതിരി ഇവിടെ വന്നു. അദ്ദേഹം 5 വർഷം കൊണ്ട് അതിമനോഹരമായി മലയാളം പഠിച്ചു. ആ മലയാളത്തിൽ 20 കവിതകൾ എഴുതി. ഇങ്ങനെ പറയുമ്പോൾ ഇതൊരു പഴയ ചരിത്രം പറയാണ് എന്ന് നമുക്ക് തോന്നും. പക്ഷേ വോൾബ്രിച്ച് നാഗേൽ എന്ന 1893 കേരളത്തിൽ കാലുകുത്തിയ BM പാതിരി 5 വർഷം കൊണ്ട് മലയാളം പഠിച്ച് എഴുതിയ 20 മനോഹരങ്ങളായ കവിതകൾക്കും അദ്ദേഹം തന്നെയാണ് സംഗീതം നൽകിയത്. പഴയ ഒരു വളരെ ഹാർമണിയിൽ അധിഷ്ഠിതമായ സംഗീതം അവരുടെ സൃഷ്ടിയാണ്. പക്ഷെ ഞാൻ ഓർമ്മിപ്പിക്കുന്നത് 124 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. 1898 കുന്നംകുളത്തിനടുത്ത വളയംകുളത്ത് നിന്ന് ഒരു കാളവണ്ടിയിൽ കണ്ണൂരിലേക്ക് പുറപ്പെട്ട വോൾബ്രിച്ച് നാഗേൽ ആ കാളവണ്ടിയിലെ ഒരു റാന്തൽ വെട്ടത്തിന്റെ വെളിച്ചത്തിൽ, ഒരു റാന്തൽ വിളക്കിന്റെ വെളിച്ചത്തിൽ ഇരുന്നിട്ട് ഒരു പഴയ നോട്ട് പുസ്തകത്തിൽ പെൻസിൽ കൊണ്ട് ഒരു കവിത കുറിച്ചു. ഈ കവിത 20 കവിതകളിൽ ചിലതെങ്കിലും പലർക്കും അറിയാമായിരിക്കും. പക്ഷെ ഈ കവിതയിലെ ഒരു വരി ഞാൻ പാടിയാൽ ബാക്കി വരികൾ നിങ്ങൾ ഇങ്ങോട്ട് എനിക്ക് പാടിത്തരും. അത്രയധികം നമുക്ക് ഹൃദിസ്ഥമാണ് ആ വരികൾ. പക്ഷേ അത് ആരെഴുതിയതെന്ന്, ആരുടെ സംഭാവനയാണ് എന്ന് ഒരുപക്ഷെ 95% ആളുകൾക്കും അറിയില്ല. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ആകെ അല്പനേരം മാത്രം നിന്റെ യാത്ര തീരുവാൻ, ആകെ അരനാഴിക മാത്രം ഈ ഉടുപ്പു മാറ്റുവാൻ. ഒരു വരി വയലാർ മിനുക്കുപണി നടത്തിയിട്ടുണ്ട്. യേശുവേ നിനക്കു സ്തോത്രം, നിന്നെ വേഗം കാണും ഞാൻ എന്ന് വോൾബ്രിച്ച് നാഗേൽ അരനാഴിക നേരം എന്ന ചിത്രത്തിന് 1970 KS സേതുമാധവൻ സംവിധാനം ചെയ്യുമ്പോൾ വയലാർ രാമവർമ്മ വോൾബ്രിച്ച് നാഗേലിന്റെ ഈ വരിയിൽ ഒരു മിനുക്കുപണി നടത്തി. അത് പട്ടുനൂലും വാഴനാരും ആയില്ല, പട്ടുനൂലും തന്നെയായിരുന്നു. അതാണ് ആകെ അരനാഴിക മാത്രം ഈ ഉടുപ്പ് മാറ്റുവാനെന്ന് ഭാരതീയ ദർശനവുമായി കൂടി ആത്മാവിന്റെ ഉടുപ്പ് മാറ്റുന്നതിനെ കുറിച്ചുള്ള ഒരു ദർശനം കൂടി അതിൽ ഉൾച്ചേർത്തു. പക്ഷെ നോക്കൂ, ആദ്യം ഉണ്ടായ ചക്രങ്ങൾ രഥത്തിൻ്റെതാണ്, മറ്റൊന്ന് കാളവണ്ടിയുടേതാണ്. ഏറ്റവും വലിയ ചക്രങ്ങൾ. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു, അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുന്നോട്ടോടുന്നു. രാവിലെ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉണരുന്നു, അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുന്നോട്ടോടുന്നു. 124 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് വാക്കിന്റെ ശക്തി. വാക്ക് എന്നത് അർത്ഥം ഒട്ടിച്ചു വെച്ച ഒരു ശബ്ദരൂപമാണ്. അതല്ലെങ്കിൽ അർത്ഥം ഗർഭം ധരിച്ചിട്ടുള്ള ഒരു ശബ്ദരൂപമാണ് വാക്ക്. ഈ വാക്കിന്റെ തീ 124 വർഷം കഴിഞ്ഞിട്ടും നമ്മുടെ സമൂഹത്തിൽ, സത്യത്തിൽ ഏറ്റവും വലിയൊരു സന്ദർഭത്തിൽ വലിയൊരു സമൂഹത്തിനെ, അതും മരണം പോലെ ഒരു മുഹൂർത്തത്തിൽ ഒരു വലിയ സമൂഹത്തിനെ ഊന്നുവടിയായിത്തീരുന്നു, കൈത്താങ്ങായിത്തീരുന്നു. സത്യത്തിൽ നാഗേൽ എഴുതിയത് മരിപ്പ് പാട്ടല്ല. അദ്ദേഹം കോളറ വന്ന് മരിച്ചുകൊണ്ടിരുന്ന കുന്നംകുളത്തെ മനുഷ്യർക്ക് വേണ്ടിയിട്ട് അവർക്ക് പ്രത്യാശ പടർത്തുന്നതിന് വേണ്ടിയാണ്. മരണത്തിന്റെ സന്ദർഭത്തിലും ദൈവം കൂടെയുണ്ട്, നമ്മോട് കൂടെയുണ്ടെന്ന് ഓർമ്മിപ്പിക്കാൻ എഴുതിയ വരികളാണ്. ഇപ്പോൾ ഒരു മരിപ്പ് പാട്ടായിട്ടാണെങ്കിലും ഞാൻ ഇതിനിടയ്ക്ക് ഇങ്ങനെ കിഴക്കൻ മേഖലയിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സിമിത്തേരിയിലേക്ക് ഒരു വണ്ടി പോവുകയാണ്. ഒരു 407 ഇങ്ങനെ മൈക്കൊക്കെ കെട്ടിയിട്ട് കർണകഠോരമായ ശബ്ദത്തിലാണ് പക്ഷെ പാടിക്കൊണ്ടിരുന്നത്. കുറച്ചുകൂടെ നന്നായിട്ട് പാടാമായിരുന്നു എന്നാണ് എനിക്ക് അപ്പോൾ തോന്നിയത്. അത്ര മനോഹരമാണ്. ഒരിടത്തും കൈകൂപ്പാത്ത, ഒരിടത്തും മുട്ടുകുത്താത്ത ഒരാളാണ് ഞാൻ ജീവിതത്തിൽ. പക്ഷെ ഇത് എഴുതിയ കവിയുടെ മുന്നിൽ ഞാൻ മുട്ടുകുത്തുകയാണ്, കൈകൂപ്പുകയാണ്. ഇതാണ് മാനവികത.